മുതലപ്പുഴയിൽ മണൽ മതിൽ തീർത്തതോടെ മത്സ്യത്തൊഴിലാളികളുടെ അന്നം മുട്ടി. എന്നാൽ വിശപ്പടക്കാനെത്തിയ മറ്റു ചിലർക്കാവട്ടെ പൊഴി അന്നം മുട്ടി. കരയിൽ സംഘർഷ സാഹചര്യമാണെങ്കിലും പൊഴിയിൽ കാര്യങ്ങൾ കുശാലാണ് എന്നാണ് വയറു നിറഞ്ഞവരുടെ പക്ഷം. ആ കാഴ്ച കാണാം. ഉച്ചവിയിൽ ഉപ്പുകാറ്റിനൊപ്പം വീശിയടിക്കുന്നുണ്ട്. ഇര തേടിയുള്ള ഓട്ടത്തിനിടെയതാ പൊഴിമൂടിയ മണൽത്തിട്ടയിൽ ആളും ബഹളവും. പൊഴിയിൽ മുങ്ങി നിവരുന്ന യന്ത്രക്കൈകൾ, കരയിൽ ആകാശത്തേക്ക് വളരുന്ന മണൽത്തിട്ടകൾ. എന്താണ് സംഭവിക്കുന്നതെന്ന സംശയത്തിന് തീരത്ത് തരിമണൽ അറിയാതെ എത്തിയ ചെറുകാറ്റ് മറുപടി നൽകി. മുതലപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ മത്സ്യത്തൊഴിലാളികളുടെ അന്നം മുട്ടിച്ചു. കടലിൽ ഇറങ്ങാനാകുന്നില്ല. മണൽ നീക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ്. പക്ഷേ അന്നം മുട്ടിയത് മത്സ്യത്തൊഴിലാളികളുടേത് മാത്രമല്ല, അവർ ഉപേക്ഷിക്കുന്ന ചെറുമീനുകൾ തിന്നു കഴിഞ്ഞിരുന്ന തൻ്റേതുകൂടിയാണല്ലോ. അങ്ങനെയെങ്കിൽ ആ വിഷമവും അവരുടേത് മാത്രമല്ല. പറഞ്ഞു നിൽക്കാൻ നേരമില്ല. വിശപ്പിന്റെ വിളി വന്നു തുടങ്ങി. പൊഴിമുറിച്ച് കടൽ കയറുന്നതിന് മുൻപ് വിശപ്പടക്കാൻ വല്ലതും തടയുമോ എന്ന് നോക്കണം. കരയിൽ സംഘർഷ സാഹചര്യമാണെങ്കിലും പൊഴിയിൽ കാര്യങ്ങൾ കുശാലാണ്. പക്ഷേ അതുപോരല്ലോ. കരയിൽ സംഘർഷമയയട്ടെ. പൊഴി തുറക്കുന്നതിനൊപ്പം അവർക്ക് അന്നത്തിനുള്ള വഴിയും തുറക്കട്ടെ. പ്രമോദ് പന്നിയോടിനൊപ്പം കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.